നോക്കൂ, കേരള പോലീസിനെ പോലും പട്ടികളോട് ഉപമിച്ചുകൊണ്ട് മുൻ DGP ആർ ശ്രീലേഖ രംഗത്ത് വന്നു. എന്താ കാരണം എന്നറിയോ? ഒരു ഗുണ്ട, കാപ്പ കേസിലെ പ്രതിയായ ഒരു കൗൺസിലർ, അയാൾ എങ്ങനെ കൗൺസിലർ ആയത് എന്ന് ഈ കേരള സമൂഹം ഇന്നലെ വന്ന വാർത്തയോടുകൂടി അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ കാപ്പ കേസ് പ്രതിയും കൗൺസിലറുമായ സുഗതൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഒരു അമ്പലപ്പറമ്പിൽ കൊലപാതക ശ്രമം നടത്തി. അതിനെതിരെ പോലീസ് കേസെടുത്തു. ധാരാളം കേസുകളില്ല കാപ്പ കേസ് പ്രതി കൂടിയാണ് സുഗതൻ. അങ്ങനെ കേരള പോലീസ് അയാളെ പിടികൂടുന്നതിന് വേണ്ടി അയാൾ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിടെ ചെന്ന് പിന്നീട് സുഗതൻ കാണിച്ച പരാക്രമണങ്ങളും അയാൾ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങളിലൂടെ സകലമാന ആളുകളും കൺകുളിർക്ക കണ്ടതാണ്. അവസാനം പ്രതിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്ന സാഹചര്യം. ഞാൻ ഇന്നലെ പറഞ്ഞു, ആകാശത്തേക്കല്ല വെടിവെക്കേണ്ടിയിരുന്നത്, മുട്ടുകാലിന് കൊടുക്കണമായിരുന്നു വെടി. അത്തരക്കാരെ അങ്ങനെ തന്നെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. ഏത് സുഗതനും സുഗമമായി വീഴുമെന്നുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് നോക്കൂ, ആർ ശ്രീലേഖ, മുൻ DGP, ഇവരൊക്കെ DGP ആയിരുന്ന കേരളത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് പോവുക. പോലീസുകാരെ പട്ടികളോട് ഉപമിക്കുകയാണ്. സുഗതൻ ഗുണ്ടയല്ല, ജനപ്രതിനിധിയാണ്. പോലീസ് നടത്തിയത് പട്ടി ഷോ എന്നാണ് ആഭ്യന്തരമന്ത്രിയെ തള്ളിക്കൊണ്ട് ആർ ശ്രീലേഖ പറയുന്നത്. ഇതിലെന്താ ഒരു പ്രശ്നം എന്നറിയോ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വിഷയം, ആ വിഷയമല്ല അതേ മന്ത്രിസഭയിലുള്ള കെ മുരളീധരൻ പറയുന്നത്. ഇവർ തമ്മിൽ തന്നെ ഒരു യോജിപ്പില്ല. ഇന്നലത്തെ സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതിയായ ആ ഗുണ്ടയെ, ആ കൗൺസിലറെ കൊണ്ടുവരുന്നതിൽ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ മുഴുവൻ കേരള സമൂഹം കണ്ടതാണ്. ആ നിലക്ക് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഒരു അഭിപ്രായം പൊതുസമൂഹത്തോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ മറ്റൊരു അഭിപ്രായത്തെയാണ്, അതിനെതിരാകുന്ന ഒരു അഭിപ്രായത്തെയാണ് കെ മുരളീധരൻ പറയുന്നത്. ഇത് ഇവരുടെ മന്ത്രിസഭയുടെ ഒരു അപജയം തന്നെയാണ്. ഒരു കെട്ടുറപ്പില്ല എന്നുള്ളതിലേക്കാണ് അത്തരം പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഈ കാപ്പ കേസ് പ്രതിക്കൊക്കെ കിട്ടുന്ന പ്രിവിലേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുൻ DGP ആർ ശ്രീലേഖ അടക്കമുള്ള കെ മുരളീധരനെ പോലെയുള്ള ആളുകൾ വന്നിട്ട് ഇതിൻ്റെ നിജസ്ഥിതിയെ കൃത്യമായി മനസ്സിലാക്കിയിട്ടോ മനസ്സിലായിട്ടോ മനസ്സിലാകാതെ അഭിനയിച്ചിട്ടോ എന്നറിയില്ല, അത്തരത്തിലുള്ള പരാമർശം. ഞാൻ പോലീസിനെ മുഴുവനായി ന്യായീകരിക്കുകയല്ല. ഇന്നലത്തെ അവിടുത്തെ പരാക്രമണം കാണുമ്പോൾ അയാൾ പോലീസുകാരോട് പോലും ഇങ്ങനെയാണെങ്കിൽ മറ്റു ആളുകളോട് എങ്ങനെയായിരിക്കുമെന്ന് തോന്നിപ്പോയി. ഒരു കൗൺസിലർ ചെയ്യേണ്ട പണി ഇതാണോ? ഒരു കൗൺസിലർ ആണെങ്കിൽ അയാൾ ചെയ്യേണ്ട പണി എന്താണ്? നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് എന്തെങ്കിലും അക്രമം ഉണ്ടാകുകയാണെങ്കിൽ അക്രമം ഇല്ലാതെ പ്രവർത്തിക്കേണ്ടതും അതിന് ചുക്കാൻ പിടിക്കേണ്ടതും അതിന് സംയമനത്തോടു കൂടി ഇടപെടേണ്ട ഒരുത്തൻ അമ്പലപ്പറമ്പിൽ വെച്ച് ഒരാളെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ പ്രതിയായി, കാപ്പ കേസ് പ്രതിയായി ധാരാളം കേസുകളുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കാര്യങ്ങൾ പുറത്തു വന്ന് അത് പൊതുസമൂഹം കണ്ട സ്ഥിതിക്ക് പോലും അതിലിടപെട്ട പോലീസുകാരെ പട്ടികളോട് ഉപമിക്കുകയാണ് ആർസിൽ. എന്ത് നടപടിയാണ് ഇവർക്കൊക്കെ എതിരെ? ഇത്തരത്തിൽ പോലീസ് സംവിധാനത്തെ പട്ടി ഷോ എന്നൊക്കെ വിളിച്ച് അതിനോട് ഉപമിക്കുന്ന ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. മൗനമായിരിക്കും. കാരണം ഇവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. ഇവർക്ക് വേണമെങ്കിൽ പട്ടി ഷോ എന്ന് പറയാം, ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മുഴുവൻ അവഹേളിക്കാം, ഇവിടെ വർഗീയത പറയാം. നമുക്കറിയാലോ, വെള്ളാപ്പള്ളി നടേശനൊക്കെ വർഗീയത പറഞ്ഞതിനെ കേരളം എല്ലാവരും ഉറ്റുനോക്കി അവരെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞ സാഹചര്യത്തിൽ അവരെ പൊറുക്കിയെടുക്കുന്ന, അതായത് വർഗീയത പറയുന്ന ചില ആളുകൾക്ക്, അത് ചില ആളുകളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് പോലെ തന്നെ ആലോചിച്ച് നോക്കൂ, ഇവർക്കും ഇത്തരത്തിലുള്ള പ്രിവിലേജ് കിട്ടി ഇവർക്കൊക്കെ എന്തും പറയാമെന്നുള്ള കോലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പോലീസ് സംവിധാനത്തെ പട്ടി ഷോ എന്ന് പറഞ്ഞു ഉപമിക്കുന്നതിനുള്ള ധൈര്യം വരുന്നത് അത്തരക്കാർക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സ്ഥാനത്തിരുന്നൊരു വ്യക്തിയാണ് ഇത് ഈ പറയുന്നത്. അവരുടെ മനോഭാവം ഏത് രീതിയിലേക്ക് പോയി എന്നുള്ളതാണ്. പല കേസുകളിലും പോലീസ് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ വിഷയത്തിൽ നമ്മളത് കണ്ട ആളുകൾ എന്നുള്ള നിലക്ക് അയാൾ വാഹനത്തിൽ പിറകിൽ വന്ന് കയറുന്നു, കുപ്പായം ഊരി, ഷർട്ടൂരി അയാൾ ഭയങ്കരമായി ഷൗട്ട് ചെയ്യുന്നു, അതിനുശേഷം പിറകിൽ കയറുന്നു, അവിടുന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത്, ഇങ്ങനെ തുടങ്ങി അവിടെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ അയാൾ കാണിച്ച ആ ഷോ
ഈ ഉപമിച്ച ഈ ഷോ ശരിക്ക് അയാളല്ലേ കാണിച്ചത് എന്ന് നമ്മളെല്ലാവരും ചോദിച്ചു പോവുകയാണ്. നമുക്കെല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചാലും ഏത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ എടുത്താലും ഇവർക്കൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ എന്ത് വിളിച്ചാലും ഇവിടെ ഇവർക്കൊക്കെ കിട്ടുന്ന വലിയ പ്രിവിലേജ് ഉണ്ട്. അത് കാപ്പ കേസ് പ്രതിയാണെങ്കിലും ശരി, മറ്റുള്ള മേഖലയിലുള്ള ആളുകളാണെങ്കിലും ശരി, അവരുടെ രാഷ്ട്രീയം മാത്രം നോക്കി അവർക്ക് പ്രിവിലേജ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് വളരെ വളരെ ഖേദകരമാണ്.